ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുറകെ കാണുന്ന കുളത്തിൽ ഏകദേശം ഒരു 10-30,000 രൂപയുടെ മീൻ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം കാണുന്ന പോലെ അത്യാവശ്യം വലിയ കുളമാണ്. ഇതിനകത്ത് എത്ര രൂപയുടെ മീൻ ഇട്ടാലും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ബാക്കി കാര്യങ്ങൾ പറയാം. ഇത് നേരത്തെ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഈ കുളം ഇങ്ങനെ അല്ലായിരുന്നു. വീടിനടുത്തുള്ള ചേച്ചിമാരും ചേട്ടന്മാരും, അതായത് കുടുംബശ്രീയോ തൊഴിലുറപ്പുകാർ എല്ലാം കൂടെ കൂടി ചേർന്ന് നമ്മൾ കുളമെല്ലാം അടിപൊളിയാക്കി വൃത്തിയാക്കിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ 6 മാസം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവസ്ഥ വളരെ മോശമാണ്. ഇപ്പോൾ വെള്ളം കുറവാണ്, നല്ല ഉണക്കായതുകൊണ്ട്. അപ്പം കുറച്ച് നാളൊക്കെ ആകുമ്പോഴത്തേക്ക് മഴ കാര്യങ്ങൾ വരുമ്പം വെള്ളമാകും. അപ്പം ഇതിനകത്ത് ഈ കുളം സർക്കാരിൻ്റെ ആണ്, അതേപോലെ സ്ഥലം പ്രൈവറ്റാണ്. അതുകൊണ്ട് കറക്റ്റ് കാര്യങ്ങൾ അറിയില്ല. ഞാൻ ഈ കുളം റെഡിയാക്കുന്ന വീഡിയോ അതായത് മുമ്പത്തെ അവസ്ഥ വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസുകൾ, അവസ്ഥയല്ല, ഇത് ക്ലീനാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, എത്ര പേരുടെ അധ്വാനമായിരുന്നു. ആ കുളമാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഫുള്ള് ചെളിയെല്ലാം വാരി എല്ലാം ക്ലീൻ ആക്കിയതാണ്. അപ്പോൾ ഇതിപ്പം മഴ ചൂട് ആയതുകൊണ്ട് വെള്ളമെല്ലാം കുറഞ്ഞ്. പക്ഷേ ഇതിനകത്ത് മീൻ കൃഷി ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതിപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ കുളത്തിനോട് ചേർന്ന് അത്യാവശ്യം വലിയൊരു മാവ് നിൽപ്പുണ്ട്. സാധാ നാട്ടുമാവാണ്. പിന്നെ തൊട്ടടുത്ത് ഒരു തോട്ടുപുളി നിൽപ്പുണ്ട് കേട്ടോ. നിങ്ങൾ തോട്ടുപുളിയുടെ മരത്തിൻ്റെ ഇല അല്ലെങ്കിൽ മരമോ കാണാത്തവരാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അടുത്തോട്ട് പോട്ടെ. കണ്ട, ഇതാണ് തോട്ടുപുളിയുടെ ഇലയും തോട്ടുപുളിയുടെ പൂവും. ഇതിപ്പം പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തെ അരി നമുക്ക് തിന്നാൻ പറ്റും. അതപ്പോൾ അതിന് നല്ല മധുരവും പുളിയും കൂടെ ആയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ തോടാണ് നമ്മൾ വെയിലത്തിട്ട് ഉണക്കി പുളിയായിട്ട് എടുത്ത് മീൻ കറിക്കകത്തിടുന്നത്. ഇതിൻ്റെ മരം ഇതാണ്, നല്ല വലുതാവും ചിലത്. അപ്പം കുളം ഒന്ന് വേണമെങ്കിൽ ചുറ്റും നടന്ന് കാണിച്ചു തരാം. ഒരു രക്ഷയില്ല കേട്ടാ. മീൻ കൃഷിയോ മുതലക്കൃഷിയൊക്കെ ചെയ്യാനെ കൊണ്ട് താല്പര്യമുണ്ട്. പക്ഷേ കുളത്തിൽ വെള്ളമില്ല. വെള്ളമാകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യാം. അപ്പം ഇതിനകത്ത് മീനെ കാര്യങ്ങൾ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ തെറി പറയാനെ കൊണ്ട് ചാൻസ് കുറവാണ്. ഇതിനകത്ത് മീനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്തായാലും മീനുകളെല്ലാം വളർന്ന് വലുതായി നമുക്കൊക്കെ ഇഷ്ടം പോലെ വന്ന് പിടിച്ച് പൊരിച്ചടിക്കാൻ വേണ്ടി പറ്റും. അതാണ്ട ബോർഡ് എന്തോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മീൻ കൃഷി ചെയ്യാൻ താല്പര്യമോ, അതായത് പൈസ സെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാനെൻ്റെ ഗൂഗിൾ പേ UPI ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു QR കോഡ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പം മീൻ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എനിക്കും വന്ന് മീനെ പിടിക്കാൻ പറ്റും, നിങ്ങൾക്കും വന്ന് മീനെ പിടിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ. ശരി, എന്നാൽ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ് ഉണ്ട്, പക്ഷേ വീഡിയോ റീച്ച് കാര്യങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. ശരി, എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ.